ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 250 കപ്പിന് 1/2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 250 കപ്പിന് 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തേങ്ങ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 250 കപ്പിന് തന്നെ 2 കപ്പ് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 250 കപ്പിന് തന്നെ 3/4 കപ്പ് മൈദപ്പൊടിയാണ്. ഇതുപോലെ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയേ. ഞാനിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് കട്ടി കുറച്ച് പരത്തണ്ട, നമുക്ക് കുറച്ച് കട്ടിയോട് കൂടി തന്നെയാണ് ഇത് വേണ്ടത്. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പം മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിലൊന്ന് ചൂടാകാൻ വെക്കാം. ഇനി ഈ ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്ന് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ച് കൊടുക്കണ്ട, അപ്പോൾ എണ്ണ കുടിക്കും. ഇതിപ്പം കണ്ടില്ല, ഇതുപോലെ പൊന്തി വന്നിട്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ 2 സൈഡും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.